തൃശൂർ കുന്നംകുളത്ത് സുജിത്തിനെ മർദ്ദിക്കുന്ന പോലീസ് ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു ചിലയിടങ്ങളിലും പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ്. ഇത്തരത്തിൽ പോലീസ് മർദ്ദനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റിയുള്ള പൊതുജനാഭിപ്രായങ്ങൾ തേടാം. സിറ്റിസൻസിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസ് സംവിധാനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ നമ്മൾ പാവപ്പെട്ടവരും പിന്നെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരും അവർക്കെതിരെ നടക്കുന്ന കസ്റ്റഡി മരണങ്ങളും ചൂഷണങ്ങളും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് സംവിധാനങ്ങൾക്ക് അതിനോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ ഉണ്ടാകുന്നത്. ഇതിനെതിരെ സമരങ്ങളും തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളും നമ്മൾ എപ്പോഴും ടി വിയിലും ന്യൂസിലൊക്കെ കാണാറുള്ളതാണ്. ഇത് തീർച്ചയായും ഒരു ഗൗരവമേറിയ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഈ തേർഡ് ഡിഗ്രി അല്ലെങ്കിൽ മൂന്നാം മുറ എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായിട്ടൊരു ആശയമാണ്. അത് ഇന്നത്തെ ഒരു ജനാധിപത്യ കാലത്ത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നിലവിൽ നമ്മുടെ സുപ്രീം കോടതി ആയാലും കേരള ഹൈക്കോർട്ടിൻ്റെ ദേവരാമൻ സാറിൻ്റെ ഒക്കെ ആയാലും ജഡ്ജ്മെൻറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പോലീസ് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു പരാതിയായിട്ട് ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വന്നാന്നുള്ളത്. അതൊന്നും ഒരു പോലീസുകാർ ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ബോർഡിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് പ്രവൃത്തിയിൽ അവർ കാണിക്കണം. എങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ഒരാൾ വന്നാൽ അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ. അല്ലാതെ കോർപ്പറൽ പണിഷ്മെൻറ്റ് കാണിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക, പരാതിക്കാരനെ പേടിപ്പിക്കുക, ഈവൻ അക്യൂസിനായാലും പോലും അവർ ദേഹോപദ്രവം ചെയ്യുക എന്നുള്ളത് ഒരു പ്രാകൃത ആശയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വന്ന ന്യൂസ് വളരെ നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ്. കാര്യം നമ്മൾ ജനങ്ങളുടെ വിശ്വാസമുള്ള ഇപ്പോൾ പോലീസിനോടുള്ള നമ്മുടെ വിശ്വാസം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു കേസ് വരുമ്പോൾ. ഇപ്പം നമ്മൾ ജനമൈത്രി പോലീസ് അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പൊതുവേ ഇപ്പം നമുക്കായാലും ഇപ്പോൾ പോലീസിനോട് അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ഇങ്ങനെയൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വിഷയത്തിൽ പറയാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൈമ ഫേസി അവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ സേവിക്കുക, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ആ ഒരു യുവാവിനെ മർദ്ദിച്ചേക്കുന്നത് ഈ നടന്നേക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവരിവിടെ വയലേറ്റ് ചെയ്തേക്കുന്നത്. അത് ഇവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഒരു വലിയൊരു വീഴ്ചയാണ്. അത് നമ്മളെല്ലാവരും സ്ട്രോങ്ലി കണ്ടം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയെങ്കിലും പോലീസുകാരുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാവരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുകളെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ടിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും ശരിയായ കാര്യമല്ല. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ശിക്ഷ കൊടുക്കുക, അവർ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കുക, അതേ എനിക്ക് പറയുള്ളൂ. അല്ല ഇപ്പോൾ എന്ത് ചെയ്യാനൊക്കെ ഇതിനകത്ത്. ഞാൻ ശരിക്കും ആ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. എൻ്റെ അനിയൻ്റെ പ്രായമുള്ളൊരു പയ്യനാണത്. ഇനിയും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പോലീസ് മർദ്ദിച്ചത് ഭയങ്കര ക്രൂരമായി പോയി. ലോക്കപ്പ് മർദ്ദനം നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളെ പിടിച്ചുകൊണ്ട് പോയി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യ പോലൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇത് നടക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ അവരെ സർവീസിൽ നിന്ന് പുറത്താവണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം ഇങ്ങനെയുള്ളവർ സർവീസ് തുടർന്നിട്ട് ബാക്കിയുള്ളവർ കൂടെ ദോഷം ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ മനുഷ്യത്വഹീനമായിട്ടുള്ള നമ്മുടെ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങളും അതോടൊപ്പം തന്നെ നിരവധി കേസുകൾ, DK ബസുവിൻ്റെ കേസുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അയാളെ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കോടതിയിലേക്ക് ഹാജരാക്കേണ്ടതെന്നുള്ള നിരവധി കോടതി വിധികളൊക്കെ ഉള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിൽ വളരെ പ്രാകൃതമായിട്ട് കസ്റ്റഡിയിൽ കൊണ്ടുപോയി പോലീസിൻ്റെ മൂന്നാം മുറ ഉപയോഗപ്പെടുത്തി ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത്. ഇത് മനുഷ്യത്വഹീനമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇവർക്കെതിരായിട്ട് കർശന നടപടി സ്വീകരിക്കേണ്ടതാണ്. പോലീസിലെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, എന്നാൽ ചിലരുടെ പ്രവർത്തനങ്ങൾ അത് സേനയ്ക്കും സർക്കാരിനും എല്ലാവർക്കും നാണക്കേടായി മാറുകയാണ്. ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.